ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കെറോസിൻ അയൺ ബോക്സ് അല്ലെങ്കിൽ പാരഫിൻ അയൺ ബോക്സ്. നമ്മുടെ ഈ തേപ്പൊട്ടിക്ക് പഴയ കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട്. തേച്ച് നല്ല ഡ്രസ്സ് ഇട്ട് കിടക്കുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു പരിപാടിയാണ്. പണ്ട് കാലം തൊട്ടേ ആൾക്കാർ ഡ്രസ്സ് തേച്ചിട്ടാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നത് വുഡൻ റോളറാണ്. മരം കൊണ്ട് ഉരുളൻ മരത്തടി വെച്ചിട്ടാണ് ആദ്യം നമ്മുടെ തുണികളൊക്കെ അവർ പ്രസ് ചെയ്തിരുന്നത്. അതിന് ശേഷം വന്നതാണ് സാഡ് അയൺ എന്ന് വെച്ചാൽ നല്ല കാസ്റ്റ് അയണിൻ്റെ ബോഡിയുള്ള ഒരു അയണാണ്. അത് അടുപ്പിലോ അല്ലെങ്കിൽ അയൺ ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കി അത് വെച്ചിട്ടാണ് തേച്ചിരുന്നത്. അതിന് ശേഷം വന്നതാണ് കോള് അല്ലെങ്കിൽ ചിരട്ടക്കയിലേക്കിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രാസ് ഐറ്റം ആയ ഒരു തേപ്പൊട്ടി. അതിനുശേഷം ഗ്യാസിൻ്റെ തേപ്പൊട്ടി വന്നിരുന്നു. അതിനുശേഷം കെറോസിൻ തേപ്പൊട്ടി. ഇത് ബ്രിട്ടീഷ് മേക്കാണ്. ടില്ലി ലൈറ്റിംഗ് കമ്പനി എന്ന ഒരു കമ്പനി ഉണ്ടാക്കിയതാണ്. 1920 തൊട്ട് 1960 വരെ കാലഘട്ടത്തിൽ അവർ മാനുഫാക്ചർ ചെയ്തൊരു അയൺ ബോക്സാണ്. ഇത് തുറന്നിട്ട് മണ്ണെണ്ണ ഒഴിക്കും. ഇതിൽ പ്രസ് ചെയ്യും. ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ഇവിടെയാണ് കത്തിക്കണേ. ഈ കത്തിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടി സ്പ്രേ വന്നിട്ട് ഈ മെറ്റൽ ചൂടായി തേക്കും. അങ്ങനെയാണ് ഇതിന് കെറോസിൻ അയൺ ബോക്സ് അല്ലെങ്കിൽ പാരഫിൻ അയൺ ബോക്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ശേഷം ഇലക്ട്രിക് അയൺ ബോക്സ് വന്നു. ഇവരുടെ എല്ലാ സിമ്പിളും സിഗ്നേച്ചറൊക്കെ ഇതുമ്പോൾ കിടപ്പുണ്ട്. ഇവിടെ ടില്ലി മോഡൽ, DN250 മോഡൽ, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇതാണ് കെറോസിൻ അയൺ ബോക്സ്. ഇപ്പം നിലവിൽ ഇതിൻ്റെ പ്രൊഡക്ഷനൊന്നുമില്ല. അപ്പോൾ ഇതൊരു വിൻറ്റേജ് ഐറ്റമാണ്. അതിനെല്ലാം മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന കെറോസിൻ അയൺ ബോക്സ് ഇപ്പം നിലവിൽ ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി കളക്ഷനാണ് എൻ്റെ അടുത്തുള്ളതാണ്. ഇതിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ പാരഫിൻ ഒഴിച്ചിട്ട് ഇവിടെ പ്രഷർ കൊടുത്തിട്ട് ഇവിടെ കത്തിക്കും. അതാണ് ഇതിൻ്റെ ഫങ്ഷനിങ്. അപ്പോൾ ഇതിൻ്റെ അടി ചൂടായി നമുക്ക് തേക്കാൻ പറ്റും.